ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് ലെറ്റ്സ് ടോക്ക് മോർ ടെക്. അതായത് നമ്മൾ ഈ ചാനലിൽ ഫുള്ളി ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് മാത്രമാണ് ഡെലിവർ ചെയ്യുന്നത്. എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് ഫോളോവേഴ്സും ഉണ്ട്, അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എൻ്റെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിച്ചേക്കാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം ഇപ്പൊ S26 സീരീസ് ഫുള്ള് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ആപ്പിളിൽ ഇവന്റ് നടന്നിട്ടുണ്ട്. അത് ലോഞ്ച് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇവന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ S26 അവര് മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് പുറത്തുനിന്ന് ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാൽ കിട്ടും, പക്ഷെ ഇതിൽ കുറച്ച് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ആപ്പിൽ നിന്ന് വരുന്നത്, പിന്നെ അതേപോലെ ചരിച്ചു പിടിച്ചാല് മാക്സിമം പ്രൊട്ടക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഫോക്കസ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഓണർക്ക് മാത്രം കാണാൻ പറ്റും. ഇത് സൈഡിൽ നിന്നൊക്കെ എത്തി നോക്കിയാൽ കാണാൻ പറ്റൂല. സ്ട്രൈറ്റ് ബാക്ക് കാണാനൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും അല്ലെ. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമന്റ്. മെയിൻ ആയിട്ട് അതാണ് അവർ പുഷ് ചെയ്യുന്നത്. പിന്നെ അതിൽ മാർക്കറ്റിംഗ് ആയിട്ട് അവർ വന്ന് നമ്മുടെ ഈ ഫീൽഡിലേക്ക് ഏറ്റവും കൂടുതൽ കുത്തിയറച്ച് കൊണ്ടുപോകുന്നത് ഇവരാണ്. ഇപ്പോഴും അവർ തന്നെയാണ് മാർക്കറ്റിലെ മെയിൻ. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് S26 സീരീസ് ആണെങ്കിൽ അതല്ല. പിന്നെ ആപ്പിളിലെ സീരീസ് വന്നിട്ടില്ലല്ലോ. ആപ്പിളിലെ പിന്നെ മെയിൻ ആയിട്ട് എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒറ്റ പ്രൊഡക്റ്റ് ആണ്. അതായത് ആപ്പിൾ മാക്ബുക്ക് നിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. കുറെ കളേഴ്സിൽ അവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് A18 പ്രോന്റെ ബയോണിക് ചിപ്പ് സെറ്റ് ആണ് അതിൽ വന്നിട്ടുള്ളത്. അതാണെങ്കിൽ നമ്മുടെ 16 Pro Max ആ മോഡൽസിൽ ഐഫോൺ അത് 2025 അവർ ഇറക്കിയത് ആ ഒരു ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഡ്രോബാക്സ് ആയിട്ടൊന്നും പറയില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാണിക്കുന്ന ഒരു ചിപ്പ് സെറ്റ് തന്നെയാണ്. മാക്സിമം അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാക്ബുക്കിലായിരിക്കും അതിന്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. കാരണം ഫോണിന്റെ ബാറ്ററിക്ക് അത്യാവശ്യം കുറവല്ലേ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് 16 hours ബാറ്ററി ലൈഫ് കിട്ടുന്ന പറയുന്നത്. പിന്നെ ഡിസ്പ്ലേ നമ്മൾ എയറിലുള്ള അതേപോലെ തന്നെ അല്ലെങ്കിൽ മാക്ബുക്ക് പ്രോന്റെ ഒക്കെ 13 ഇഞ്ചിന്റെ ഡിസ്പ്ലേ പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് മെയിൻലി സ്യൂട്ടബിൾ ആവാം നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ബിഗിനർ ലെവലിലൊക്കെ വർക്ക്സിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്. പിന്നെ നമ്മുടെ മാക് OS ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഐഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് വരണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക്, അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല, പക്ഷെ എന്നാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ ഇത് അത്യാവശ്യം സ്മൂത്ത് തന്നെ ആയിരിക്കും തോന്നുന്നു. കാരണം നമ്മളെ 18 Pro ബയോണിക് ചിപ്പ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്മൂത്ത് ആണെന്ന് വിചാരിക്കാം. എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമന്റ് ചെയ്യുക. അതേപോലെ S26 സീരീസിൽ നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം എന്താണെന്നുള്ളതും താഴെ കമന്റ് ചെയ്യുക. സോ ഞാൻ പറയാൻ വന്നതൊന്നല്ല, അപ്പൊ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് യെസ്, ദിസ് ഇസ് ദ ബെസ്റ്റ് ക്യാമറ ഫോൺ ഇൻ ദ ഇൻഡസ്ട്രി. ഇപ്പൊ നമുക്ക് ഈ ഒരു പ്ലെയറിനെ ആയിട്ടും ഗ്രൗണ്ടിൽ അത്യാവശ്യം എല്ലാവരും ഫോട്ടോ എടുക്കാനും കോണ്ടന്റ് ക്രിയേഷനും ഒക്കെ ആയിട്ട് കുറെ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫോണാണിത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോണ് കാണിച്ചു തരാം. ഇതിന്റെ ഒരു അൺബോക്സിങ്ങും ഒരു റിവ്യൂ കൂടെ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. ഇതെന്റെ ഫ്രണ്ട് മേടിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു സമയത്ത് ഞാൻ അവനെ സ്മരിക്കുന്നു അൺബോക്സിംഗ് എന്നുള്ളത്. അപ്പം ഇതില് X300 കോഎഞ്ചിനേറ്റഡ് Zeus, യെസ് അതാണ് മെയിൻലി അവർ കൊടുത്തിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് എ ക്യാമറ ഫോൺ. ഞാനും എക്സ്പീരിയൻസ് ചെയ്യാൻ എക്സൈറ്റഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും. പിന്നെ ഇതില് മെയിൻ ആയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് പറയാം അല്ലെ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ അൺബോക്സിംഗ്. So yes, this is the box. തരത്തിലുള്ള ബോക്സിലാണ് നമുക്ക് വരിക. This is the box. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിനിഷ് പോലെ ഉണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത്. ഇതെന്താ, വിവോ ഇന്ത്യൻ്റെ നമ്മുടെ താജ്മഹൽ, പിന്നെ നാഷണൽ ഫ്ലവർ, പിന്നെ ബേർഡ്, ആനിമലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലാണ് ബോക്സ് വരിക. X300 എഞ്ചിനീയർഡ് വിത്ത് Zeus ബോക്സിൽ. ഇവിടെ നമുക്ക് ചിലപ്പോൾ പോകേണ്ട ആവശ്യം വരും. ഫോൺ മാറ്റിയേക്കാം. പെട്ടിക്കകത്തുണ്ടാകുന്ന യെസ് കിട്ടും നോക്കാം. യെസ്, ആസ് യൂഷ്വൽ സിം എജക്റ്റിംഗ് ടൂൾ കൊടുത്തിട്ടുണ്ട്.
യെസ്. ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എന്താ? യെസ്, X300 സീരീസ്. എൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. X300 co-engineered with views എന്നൊരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. എക്സെപ്ഷണൽ കെയർ ഫോർ അവർ X സീരീസ് കസ്റ്റമേഴ്സ് വിത്ത് ആക്സസ് ടു പ്രീമിയം സർവീസ്. പ്രീമിയം സർവീസ് എന്തൊക്കെയാണ്? പ്രീമിയം പോയിന്റ്, സ്റ്റാൻഡ് ബൈ ഡിവൈസ് 24/7, ഡെഡിക്കേറ്റഡ് കോളിംഗ് ലൈന്, ഡോർ സ്റ്റെപ്പ് റിപ്പയർ, റിമോട്ട് അസിസ്റ്റൻസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ്. സോ എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സ് യൂസേഴ്സ് ഓൺലി, മീൻസ് വിവോൻ്റെ X സീരീസ് യൂസേഴ്സ് ഓൺലി. എന്തായാലും ഇതൊക്കെ വാലിഡ് ആവുമെന്ന് നമുക്ക് യൂസ് ചെയ്ത സമയത്ത് മനസ്സിലാക്കാം. ഇതെന്താ? സ്റ്റാർട്ട് ഗൈഡ്. എന്താ? ക്യാമറ ജസ്റ്റ് ഒരു ഇൻട്രോ. സോ ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു കേസ്. കുഴപ്പമില്ല പറയാം, പക്ഷെ ഇത്രയും പൈസ കൊടുത്തൊരു സാധനം നമുക്ക് അത്യാവശ്യം നല്ലൊരു കേസ് തരാമായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഇതിലൊരു ചാർജർ വന്നാൽ ശരിക്കും ഞാൻ കിട്ടും. ഇത് തുറക്കുന്നില്ലേ? Yes guys, we have the charger here. ഈ സൈഡ് തുറക്കാം. ഈ സൈഡിൽ യെസ്, നമുക്കൊരു C2 USB C2C കൊടുക്കാമായിരുന്നു. കേബിൾ വരുന്നുണ്ട്. മോനെ ഹാൻഡ് ഫീൽ സൂപ്പർ. Yes. So yes, the waiting is over. Here is the Vivo X300. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 6.31 ഇഞ്ചിൻ്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് കൂടുതൽ എക്സ്പോഷറിലേക്ക് പോകുന്ന സമയത്ത് ഒരു LED ഒക്കെ ചിലപ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ് കത്തില്ല. അത് മൊത്തത്തിൽ ആ ഒരു ബ്രൈറ്റ്നസ് കത്തിയാൽ ചിലപ്പോൾ ഡിസ്പ്ലേ അടിച്ച് പോയേക്കാം. പിന്നെ അതുപോലെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1 ബില്യൺ കളേഴ്സ്, 1 ബില്യൺ പ്ലസ് കളേഴ്സ് ആണ്. നമുക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ എല്ലാ ഫോണുകളും പ്ലസ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതേപോലെ തന്നെ ഈ കളേഴ്സിൻ്റെ സപ്പോർട്ടും പിന്നെ 2400 നിറ്റ്സിൻ്റെ ഈ പീക്ക് ബ്രൈറ്റ്നസും ഒക്കെ നമുക്ക് വാവ് ഫാക്ടർ ആയിട്ടൊന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പ് ആണ്. പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് അൾട്രാ HDR ഇമേജ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ റീഇൻഫോഴ്സ്ഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. പിന്നെ ബാക്കിൽ ക്യാമറയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അറിയാലോ, 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 23 നാനോമീറ്റർ ആണ് അതിൻ്റെ വൈഡ് ആംഗിൾ വരുന്നത്. അതേപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ നമുക്ക് 3x പെരിസ്കോപ്പിക് 3x സൂം വരുന്ന പെരിസ്കോപ്പിക് ലെൻസാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നത്. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ ഒരു ഫ്ലാഷ് ഇത് സൈഡിൽ നോക്കാതെ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ സെൻട്രിക് ഫോണാണ്. പിന്നെ ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ക്യാമറേന്റെ അവിടെ ഒരു ജൈസിന്റെ ഐക്കൺ കാണാം. യെസ്, ഇറ്റ് ഇസ് പവർഡ് ബൈ ജൈസ് ആൻഡ് T-Star എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് അതിന്റെ ക്യാമറ പ്രൊട്ടക്ഷന്റെ ഇതാണ്. ആ ഒരു T-Starന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ലെൻസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ജൈസിനെയാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു അണ്ടർ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ, 3D ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഇതേപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫേസ് അൺലോക്ക് ഫീച്ചറൊക്കെ അത്
പഴഞ്ചനാണ്, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളെ ഐഫോണിൽ ഫേസ് ID മാത്രമേ ഉള്ളൂ, ഇതിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബിൽഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ബോക്സി ഡിസൈൻ ആണ് വരുന്നത്, അലൂമിനിയം ഫ്രെയിം ആണ് വരുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും, പിന്നെ മേലെ സൈഡിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണുണ്ട്, ടോപ്പ് ഫയറിംഗ് സ്പീക്കറും, പിന്നെ അതേപോലെ മൈക്കും വരുന്നുണ്ട്. താഴെ ബോട്ടം ഫയറിംഗ് സ്പീക്കറും, പിന്നെ അതേപോലെ USB 3.2 നമ്മുടെ സി ടൈപ്പ് ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിം സ്ലോട്ടും മൈക്കും കൊടുത്തിട്ടുണ്ട്. സിം സ്ലോട്ട് നമുക്ക് 2 സിമ്മിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ 2 സിമ്മിന്റെ സപ്പോർട്ട് ഉണ്ട്, ഇതിലും 2 സിമ്മിന്റെ ഫിസിക്കൽ സിമ്മിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്, ഈ സിം അല്ല. പിന്നെ ഈ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ എന്തായാലും കയ്യിൽ പിടിക്കുന്ന തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബോക്സി ഡിസൈൻ ഐഫോണിന്റെ കൊണ്ടുവരവാണെങ്കിലും ബാക്കിയുള്ളവരത് കോപ്പി അടിച്ചതാണ്. കാരണം നമുക്ക് ആസ് എ കസ്റ്റമർ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, എപ്പോഴും പ്രീമിയം സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ചേർന്നൊരു ഫോൺ കിട്ടാന്ന് പറയുന്നത് അതല്ലേ നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മേലിൽ ഈ ഒരു സാധനം കിട്ടുന്നില്ലേ അത്യാവശ്യം. പിന്നെ ഇവിടെ ഇങ്ങനെ കർവി ആയിട്ട് വരുന്നുണ്ട്, ഇവിടേക്ക് ചെറിയൊരു കളറിലൊരു ചേഞ്ച് കാണാം ഈ ഒരു ക്യാമറേന്റെ ഇവിടേക്ക് ആയിട്ട്. അത് നമുക്ക് ആ ഒരു ഗ്ലാസിന്റെ അതൊന്ന് കർവ് ആയതിന്റെയാണ്. അത് ഇതിപ്പോ ഈ ഒരു മിസ്റ്റ് ബ്ലൂ എന്നാണ് ഈ ഒരു കളറിന്റെ പേര്. അപ്പൊ ഈ ഒരു കളറിൽ മാത്രമാണ് ഈ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡാർക്ക് കളേഴ്സിലൊന്നും കാണാൻ പറ്റില്ല. ഫാൻറ്റം ബ്ലാക്ക്, മിസ്റ്റ് ബ്ലൂ, സമ്മിറ്റ് റെഡ്, ഐറിസ് പർപ്പിള്, പിന്നെ അതേപോലെ തന്നെ ഹാലോ പിങ്ക്, അങ്ങനെ 5 കളർ വേരിയൻസിലാണ് ഇത് വരുന്നത്. പിന്നെ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഇതിന്റെ അകത്ത് വരുന്നത് ഡിമെൻസിറ്റി 9500ന്റെ 3 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. കാരണം നമ്മൾ ഈ ക്യാമറ ഒക്കെ വെറുതെ ഈ 3 ക്യാമറ അവിടെ കൊടുത്തിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോസസിംഗ് പവർ വലിച്ചാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഒന്നും തന്നെ. അത് കുറച്ചു നേരം ഉപയോഗിച്ച് നോക്കി ക്യാമറ, ഇതൊക്കെ ചെറിയൊരു വാംത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സാമ്പിൾസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക. പിന്നെ 3.5mm ഓഡിയോ ജാക്കൊക്കെ നമ്മൾ ഒരുപാട് മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പൊ ജെൻസി കിഡ്സിനൊക്കെ ചോദിച്ചാൽ അവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഒരു സി ടൈപ്പിലേക്ക് അഡാപ്റ്റ് ആയി കഴിഞ്ഞു. ഒരു അഡാപ്റ്റർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതിനാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓഡിയോ ജാക്ക് ഇതിലും ഇല്ല, നമുക്ക് ഇവിടെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് മാത്രം. പിന്നെ നമ്മളെ ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് വേർഷൻ 5.4ഉം പിന്നെ അത് വൈഫൈ ആണെങ്കിലും ഒക്കെ ലേറ്റസ്റ്റ് വേർഷനിൽ തന്നെയാണ് സപ്പോർട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ എന്താ ഇതില് സ്പെസിഫിക്കേഷൻ പറയാനുള്ള 5G സപ്പോർട്ട് വരുന്നതാണ്. 6040 mAh ബാറ്ററി, അതായത് 6040 mAh ഒരു ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 1 ഡേ ഒക്കെ സ്മൂത്ത് ആയിട്ട് ഓടുന്നു വിചാരിക്കുക. പിന്നെ നമ്മൾ ഫുള്ളി ക്യാമറയിലൊക്കെ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം ബാറ്ററി ഡ്രെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും അത്യാവശ്യം ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാം. 90 വാട്ടിന്റെ വയേർഡ് ചാർജിങ്ങും 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ആണ് സപ്പോർട്ട് വരുന്നത്. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയേർഡ് ചാർജിങ്ങും സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വർക്കിംഗ് ആണ്. USB 3.2ന്റെ സപ്പോർട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കും. പിന്നെ NFC സപ്പോർട്ട്, അങ്ങനെ അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണുകളിലെല്ലാം എല്ലാ ഫീച്ചേഴ്സും ഇതിലും കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ ഡിസ്പ്ലേന്റെ കാര്യം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഞ്ചി ആയിട്ടുള്ള കളേഴ്സും ഡെപ്ത് ആയിട്ടുള്ള ഡാർക്ക് കളേഴ്സും ഒക്കെ നമുക്ക് ഈ ഒരു 1 ബില്യൺ കളേഴ്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ വീഡിയോന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബാക്ക് ക്യാമിൽ വരുന്നത് 4K at 60 FPS, 30 FPS, 120 FPS വരെയാണ്. 1080p ആണെങ്കിൽ 30 FPS, 60 FPS, 120 FPS, 240 FPS വരെ സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമിലാണെങ്കിൽ 4K 30 FPSും 60 FPSും വരെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ 1080p ആണെങ്കിൽ ഇതേപോലെ തന്നെ 30 FPSും 60 FPSും വരെ സപ്പോർട്ട് വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 ആണ് വരുന്നത്. പിന്നെ ഒറിജിൻ OS-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത OS ആണ്. അങ്ങനെ കൂടുതൽ നമ്മുടെ ആപ്സും ബ്ലോട്ട്വേഴ്സും അതേപോലെ തന്നെ ആഡ്സും
ബഗ്സും കാര്യങ്ങളും കുത്തി നിറച്ചിട്ടൊന്നല്ല തരുന്നത്. ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസിന് കില്ല് ചെയ്യുന്ന രീതിയിലുള്ള സാധനമൊന്നും വിവോ ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഇതിന്റെ വേരിയൻസ് അവൈലബിൾ ആയിട്ടുള്ളത് 12GB റോം വന്നിട്ട് 256 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 256, 512 പിന്നെ 1TBയിലാണ് വരുന്നത്. 1TBയും 512ലും നിങ്ങൾക്ക് 16GB റാമിന്റെ വേരിയന്റ് അവൈലബിൾ ആണ്. 1TBയിൽ നിങ്ങൾക്ക് 12GB റാമിന്റെ അവൈലബിൾ അല്ല വേരിയന്റ്. അപ്പൊ നിങ്ങൾ അത് ചെക്ക്ഔട്ട് ചെയ്യുക, ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റബിൾ ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഈ ഒരു വേരിയന്റ് വന്നിട്ട് 12GB ടു 512 ആണ്. ഇത് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാവും, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ മാത്രം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ എത്രത്തോളം മെഗാ പിക്സൽ കൂടിയതാണോ അതിനനുസരിച്ച് നമ്മളെ എടുക്കുന്ന ഫോട്ടോസിന്റെ ക്ലാരിറ്റിയും അതേപോലെ തന്നെ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസും കൂടും. അപ്പൊ നിങ്ങൾ എന്തായാലും ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരാൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. പിന്നെ ഇവര് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അപ് ടു 5 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ ഇപ്പൊ റൺ ചെയ്യുന്ന 16 ഒരു 21 വരെയൊക്കെ മാക്സിമം കിട്ടും. പിന്നെ സെക്യൂരിറ്റി പാച്ചസ് അപ്ഡേറ്റ്സ് ഒക്കെ, പിന്നെ അത്രയും കാലമൊന്നും ആരും അങ്ങനെ ഫോൺസ് ഉപയോഗിക്കാറില്ല. പിന്നെ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളെങ്കിൽ എന്തെങ്കിലും അത്രയും കാലം നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. അപ്പൊ ആ കാര്യത്തിൽ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്ന അറിയില്ല. AnTuTu സ്കോർ ഒക്കെ നിങ്ങൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഫോൺ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ AnTuTu സ്കോർ ചിലപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യുമെങ്കിൽ 23 lakh പ്ലസ് AnTuTu സ്കോർ അതിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പം Dimensity 9500 എന്ന് പറയുന്നത് അത്ര മോശം ചിപ്സെറ്റ് ഒന്നുമല്ല. പിന്നെ നിങ്ങളെ മെയിൻ കൺസേൺ തിങ് ആയിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് MRP വരുന്നത് 89,000 സംതിങ് ആണ്. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും സെലക്ട് ചെയ്യാം. iPhone 17 എടുക്കാം, പിന്നെ ഇപ്പൊ S26 ആ ഒരു വേരിയൻസിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു ക്യാമറ സെൻട്രിക് ഫോണിന്റെ ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കുക, സൈഡ് ബൈ സൈഡ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്ന നോക്കുക. പിന്നെ മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ള സാധനം ഇതിന്റെ ഈ ഒരു ഞാൻ iPhone 13 അല്ലെങ്കിൽ 16 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മെയിൻ കൺസേൺ ആയിട്ട് തോന്നിയത് ഇതിന്റെ ഈ സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവും. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ്. അപ്പൊ അതേ സാധനം ഇവിടെ നോക്കുന്ന സമയത്താണ് ഒരു 60 ഹെഡ്സിലുള്ള ഒരു പിടുത്തം. FPS മാറിപ്പോയതാണ്, ഹെഡ്സ് ആണ്. ഇനി അതാരും പറഞ്ഞ് ഇതാക്കാൻ നിൽക്കട്ടെ. ഇത് 60 ഹെഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത് 120 ഹെഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഡിസ്പ്ലേയും തമ്മിലുള്ള വ്യത്യാസം അത്ര മനസ്സിലായില്ല. എന്തായാലും ആ ഒരു നമ്മുടെ ഡിസ്പ്ലേന്റെ ആ ഒരു റിഫ്രഷ് റേറ്റുള്ള വ്യത്യാസം നമുക്ക് എന്തായാലും ആ ഒരു സ്മൂത്ത്നെസ് എങ്ങനെയായിരുന്നു മനസ്സിലാവും. ഒറ്റ ഒരു സ്വൈപ്പ് തന്നെ അത് നല്ല റെസ്പോൺസ് ആയിരിക്കും. ഇതിലൊരു സ്വൈപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇതായി നീങ്ങും. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും യൂസേജിൽ എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ കളേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഈ ഐഫോണിൽ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് കാണിക്കുന്ന സമയത്ത് ഏകദേശം കളേഴ്സ് ഒക്കെ നമുക്ക് ഏകദേശം ഒരേപോലെ തോന്നും. ബ്രൈറ്റ്നസ് ഒക്കെ സൈഡ് ബൈ സൈഡ് നോക്കും. പിന്നെ ഇതിന്റെ ഡിസൈനൊക്കെ പിന്നെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് മെറ്റൽ ഫ്രെയിം തന്നെയാണ് രണ്ടിലും കൊടുത്തിട്ടുള്ളത്, അലൂമിനിയം ഫ്രെയിം തന്നെയാണ് രണ്ടിലും വരുന്നത്. അപ്പം വോളിയം റോക്കേഴ്സ് ഒന്ന് ജസ്റ്റ് മേലോട്ടും താഴോട്ടും മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഐഫോണിൻ്റെത് മേലെയാണ് പവർ ബട്ടൺ, ഇതിന് താഴെയാണ് പവർ ബട്ടൺ, അങ്ങനെ കുറച്ച് പിന്നെ ഡിസ്പ്ലേന്റെ സൈസിലാണെങ്കിൽ എൻ്റെ iPhone 13 ആണ് 6.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഇത് 6.31 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അത്രയ്ക്കേ വ്യത്യാസമുള്ളൂ. പിന്നെ അത് 190 ഗ്രാമാന്ന് തോന്നുന്നു ഇതിന്റെ വെയിറ്റ്. 190 ഗ്രാം, ഇഫ് ഐ എം നോട്ട് റോങ്, 190 ഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റ്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ 13 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ കൂടെ ഇതിലുള്ള ഈ ക്യാമറ പെർഫോമൻസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഓക്കെ. സോ ദാറ്റ് ഈസ് ദാറ്റ് നമ്മളെ വിവോ X300 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതേപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂക്കും അതേപോലെ തന്നെ ഷോർട്ട് കണ്ടന്റ്സ് ഒക്കെ നമ്മളെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ചെയ്യുന്നുണ്ട്. ഇതേപോലെ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദെൻ take care, bye from Let's Talk More Tech. ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ വിവോ X300ന്റെ 4K 60fps മാക്സിമം റെസൊല്യൂഷനിൽ വീടിന്റെ അകത്തുള്ള കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പിൽ ചെയ്യുന്ന. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടാത്തൊരു സാധനം ഈ 1x 2x ഇങ്ങനെ കുറച്ച് സൂമിങ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അതിന് വേറെ ഒന്നും കിട്ടാതെ 0.8x ഇപ്പോൾ ഉള്ളത്. ഇതാണ് 1x ആക്ച്വലി കുർത്തി നമ്മുടെ സെൽഫി ക്യാമിൽ സൂമിന് ഓപ്ഷൻ ഉള്ളത്. പോർട്രേറ്റ് വീഡിയോ എടുക്കുന്നതാണ്. ബൊക്കേസ് ഒക്കെ ആക്ച്വലി കുഴപ്പമില്ല വേണം പറയാം. വേറെ ഫിൽറ്റേഴ്സ് ഒന്നും ഇല്ല, അത് നാച്ചുറൽ ഇതിലും
റൂമിലെ ലൈറ്റിന്റെ അതിൽ ചെയ്യുന്നതാണ്, ചെറിയ സ്പോട്ട് ലൈറ്റിന്റെ വെളിച്ചത്തിൽ. അപ്പൊ ഇതിന്റെ ഓഡിയോ ഔട്ട്പുട്ടും അത്ര വില ഉണ്ടാവില്ല, കാരണം ഫാനിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. ഗ്രെയിൻസ് അധികം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് നോക്കിയാലേ മനസ്സിലാവും. ഇത് 4K 60 FPS-ലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പം നൈറ്റ് മീൻസ് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ളൊരിതാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു ബൾബിനെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു ഫ്ലിക്കറിങ് ഒക്കെ ഫേസിൽ കാണുന്നുണ്ട്. നൈറ്റിലെ പോർട്രേറ്റ് ആണ്, അപ്പോൾ ഇതിൽ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയിരിക്കും, അറിയാലോ ലൈറ്റിങ് പ്രോപ്പർ ഇല്ലെങ്കിൽ. ഫ്ലിക്കറിങ് കറക്റ്റ് എടുത്ത് കാണുന്നുണ്ട് എനിക്ക് ഡിസ്പ്ലേയിൽ. വീഡിയോ ഔട്ട് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇതിന്റെ ക്യാമറ പെർഫോമൻസും വീഡിയോ ഓഡിയോ ഔട്ട്പുട്ട് അതേപോലെ തന്നെ ഫോട്ടോയിലുള്ളത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളതൊക്കെ താഴെ കമന്റ് ചെയ്യുക. iPhone 13 ആയിട്ടുള്ള ഒരു വിയർഡ് കമ്പാരിസൺ ഞാൻ ചെയ്യുന്നുണ്ടാവും. സോ ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് നൗ. ഓക്കെ, ബൈ.